ഹലോ. ഹിന്ദി ചാപ്റ്റേഴ്സിന്റെ എക്സസൈസ് നമ്മൾ ചെയ്യാത്തത് അത് ഭയങ്കര ലോങ് ആയതുകൊണ്ടാണ് സാധാരണ വീഡിയോസിൽ ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ നമുക്ക് ഇതുവരെ കഴിഞ്ഞ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ കുറച്ച് അതിൽ നിന്നൊരു ചെറിയ പോർഷൻ എല്ലാ ചാപ്റ്ററിന്റെയും നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിനൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടി അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഫുൾ എക്സസൈസ് ചെയ്യുന്നില്ല, എല്ലാ ചാപ്റ്ററിലെയും കുറച്ച് പോർഷൻ മാത്രം എടുത്തിട്ട് നമ്മളിവിടെ ചെയ്യുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? കിരൺ അല്ലെ? ഫസ്റ്റ് സഹി ഉത്തർ പർ സൂരജ് കാ ചിത്ര ബനായിയെ. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിന്റെ ആൻസേഴ്സ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ അതിൽ ഏതാണോ കറക്റ്റ് ആൻസർ അതിൽ നിങ്ങൾ സൂര്യന്റെ ചിത്രം വരയ്ക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. किरण के अनुसार वह मुख्य रूप से कौन सा काम करती थी? അപ്പൊ സൂര്യനെ സംബന്ധിച്ച് അത് ചെയ്തിരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏതായിരുന്നു ഈ കവിതയില്? സോത്തെ ബച്ചേക്കോ ജഗാന, ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ എണീക്കുക. ഖേൽത്തെ ബച്ചേക്കോ സുലാന, കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഉറക്കുക. ബച്ചോ കെ സാത്ത് ഖേൽന, കുട്ടികളുടെ കൂടെ കളിക്കുക. പരീ കഥായേം പന്ന പഠന, ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ബച്ചോ കെ സാത്ത് ഖേൽന ഉണ്ട്, പക്ഷെ മെയിൻ കാര്യം സോത്തെ ബച്ചേക്കോ ജഗാന, ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ എണീക്കുക. അപ്പൊ അവിടെ ഒരു സൂര്യനെ വരയ്ക്കാം. നെക്സ്റ്റ്, ബാലികാക്കോ ബഹുത് ദേർ തക് നീന്ത് ക്യോ നഹി ആയി? കുട്ടിക്ക് എന്തുകൊണ്ടാണ് കുറേ സമയമായിട്ടും ഉറക്കം വരാതിരുന്നത്? ക്യോങ്കി വ ദേർ രാത് തക് ഖേൽ രഹി തി, രാത്രി വരെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ക്യോങ്കി വ പഠ് രഹി തി, അവള് വായിക്കുകയായിരുന്നോ? അതെ, പരീ കഥായെ വായിക്കുകയായിരുന്നു അല്ലേ? ക്യോങ്കി ഉസെ ബഹുത് ഗർമി ലഗ് രഹി തി, ചൂടെടുത്തോണ്ടാണ് ഉറങ്ങാണ്ടിരുന്നത്. ക്യോങ്കി വ ഘൂംനെ ഗയി തി, രാത്രി എവിടെയെങ്കിലും പുറത്തൊക്കെ കറങ്ങാൻ പോയതായിരുന്നോ? അല്ല, ക്യോങ്കി വ പഠ് രഹി തി. അവിടെ ഒരു സൂര്യന്റെ ചിത്രം വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജബ് കിരൺ ആയി ഉസ് സമയ ബാലിക ക്യാ കർ രഹി തി? സൂര്യൻ പിറ്റേന്ന് തിരിച്ചു വന്നപ്പോ കുട്ടി എന്ത് ചെയ്യായിരുന്നു? വ സോ രഹി തി, വ ഖേൽ രഹി തി, വ ഗീത് ഗാ രഹി തി, വ പഠ് ഓർ ലിഖ് രഹി തി? ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ? വ സോ രഹി തി, അവള് ഉറങ്ങുകയായിരുന്നു, തിരിച്ചു വന്നപ്പോ ഉറങ്ങുകയായിരുന്നു അല്ലേ? അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഇതൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ ഓൾറെഡി ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ബുക്കിൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെ പഠിക്കണം, കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. പ്രശ്ന ഉത്തർ. കിരൺ ബച്ചോ കെ സാത്ത് ക്യാ കർത്തി ഹേ? കിരൺ കുട്ടികളുടെ കൂടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? കിരൺ ബച്ചോ കെ സാത്ത് ഖേൽത്തി ഹേ. എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ഞാൻ മുമ്പൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കിരൺ ബച്ചോ കെ സാത്ത് ക്യാ കർത്തി ഹേ. ക്യാ ആണ് ക്വസ്റ്റ്യൻ വേർഡ്, അത് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ അതേപോലെ തന്നെ എഴുതുക. അപ്പൊ എക്സാമിനൊക്കെ വരുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവാതെ കിരൺ ബച്ചോ കെ സാത്ത് അത്രയും അതുവരെ അതേപോലെ എഴുതുക. ക്യാ, ആ ഒരു പ്ലേസില് ക്യാ ഒഴിവാക്കിയിട്ട് ഖേൽത്തി ഹേ അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, कविता में किरण को किस रोशनी के रूप में दिखाया गया है? കവിതയില് സൂര്യനെ എന്ത് വെളിച്ചത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? എന്ത് വെളിച്ചമായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? എന്ത് റോഷ്നിയാണ്? കവിത മേ കിരൺ കോ സൂര്യ കി റോഷ്നി, കിരൺ അല്ലെങ്കിൽ പ്രകാശ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ വെളിച്ചമാണ്. ഓക്കെ, സൂര്യപ്രകാശമാണ്. അപ്പൊ സൂര്യക്ക് റോഷ്നിക്ക് ഇങ്ങനെ ഇത് എഴുതണം എന്നില്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടതാണ്. അപ്പൊ ഇവിടെ കിസ് റോഷ്നി ആണ് ക്വസ്റ്റ്യൻ. ഏതാണ് കിസ് റോഷ്നി? സൂര്യക്ക് റോഷ്നി, അത്രയും മാത്രമേ അവിടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കെ രൂപമേ ദിഖായാ ഗയാ ഹേ, അതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ബാലികാക്കോ കിസ്നെ ജൽദി ഉടായ? കുട്ടിയെ ആരാണ് പെട്ടെന്ന് എണീപ്പിച്ചത്? ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? കിസ്നെ, ആര്, ആരാണ്? ബാലികാക്കോ കിരൺ നെ ജൽദി ഉടായ. എത്ര ഈസി ആണല്ലേ? ആ കിസ്നെ മാറ്റി അവിടെ കിരൺ. ബാലികയെ രാവിലെ നേരത്തെ എണീപ്പിച്ചത് കിരൺ ആണ്. ബാലിക ക്യാ പഠത്തെ പഠത്തെ സോ ജാത്തി ഹേ? എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്? ക്യാ.
ബാലിക എന്ത് വായിച്ചാണ് ഉറങ്ങിയത്? ഈ ക്യായുടെ സ്ഥാനത്ത് പരീ കഥായേ, ഫെയറി സ്റ്റോറീസ് ആണ് വായിച്ചത്. അപ്പൊ ബാലിക പരീ കഥായേ പഠത്തെ പഠത്തെ സോ ജാത്തി ഹെ. किरण ने दूसरी दुनिया में जाने की बात क्यों कही होगी? കുട്ടിയുടെ അടുത്ത് കിരൺ ദൂസരി ദുനിയ, വേറൊരു ലോകത്തേക്ക് പോകുന്നതിനെ പറ്റി എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? ക്യോം എന്ന ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇത് ഫുൾ ആയിട്ട് വേണമെങ്കിൽ എഴുതാം, പക്ഷെ അതൊരു ലോങ് ആൻസർ ആയിരിക്കും അല്ലെ. അപ്പൊ എപ്പോഴും ക്യോം എന്ന ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്ക് ക്യോം കി എന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ബിക്കോസ് അങ്ങനെ. अब क्योंकि वह यह कहना चाहता था कि वह सोने नहीं जा रही बल्कि वहां के बच्चों को भी जगाने जाती है. എന്തിനാ പറഞ്ഞത്? കുട്ടി പറഞ്ഞു നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്ന് സൂര്യനോട് പറഞ്ഞപ്പോ സൂര്യന് പറയണായിരുന്നു വഹ് സോനെ നെഹി ജാ രഹി, അത് ഉറങ്ങാൻ പോവായിരുന്നില്ല, ബൽക്കി അടുത്ത ലോകത്തുള്ള ദൂസരി ദുനിയയിലെ കുട്ടികളെ എണീപ്പിക്കാൻ പോകുകയായിരുന്നു. ക്യോങ്കി ഇവിടെ ഇത്രയും വലിയ സെന്റൻസ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എഴുതണ്ട. പക്ഷെ 5th സ്റ്റാൻഡേർഡ് ഒക്കെ ആയില്ലേ, നിങ്ങൾ വലിയ വലിയ സെന്റൻസ് പഠിച്ചെഴുതുന്നതാണ് നല്ലത്. ഇനി ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ വഹ് യഹ് കഹന ചാഹതാ താ കി എന്നുള്ളത് അത്രയും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്യോങ്കി വഹ് സോനെ നഹി ജാ രഹി ബൽക്കി വഹാൻ കെ ബച്ചോं को भी जगाने जाती है എന്ന് കുട്ടിയോട് പറയാൻ അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. वहां शाम हो जाती है तो लौट यहाँ फिर आती हूँ. അവിടെ വൈകുന്നേരം ആവുമ്പോ ഇവിടേക്ക് ഞാൻ തിരിച്ചു വരും. ഇസ് പങ്ക്തിയോമേ, ഈ എഴുതിയിരിക്കുന്ന ലൈനില് വഹാം और यहाँ शब्द किसके लिए प्रयुक्त हुए हैं? ഈ ഒരു ലൈനില് വഹാം യഹാം എന്ന വാക്കുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വഹാം, വഹാം എന്ന് പറഞ്ഞാൽ ദൂസരി ദുനിയ, വഹാം दूसरी दुनिया के लिए, और यहां, यहां എന്ന് പറഞ്ഞാൽ ഹമാരി ദുനിയ के लिए. ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ ദുനിയയാണ് യഹാം, മറ്റേത് ദൂസരി ദുനിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകൃതി ഹമേ प्रकाश, जल, फूल, लता, वायु, पानी और बहुत कुछ देती है. हम प्रकृति के लिए क्या कर सकते हैं? നമ്മുടെ പ്രകൃതി, നമ്മുടെ നേച്ചർ നമുക്ക് പല കാര്യങ്ങളും തരുന്നുണ്ട്. ലൈക്ക് പ്രകാശ്, ലൈറ്റ്, വെള്ളം, പഴങ്ങള്, വായു, വെള്ളം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. നമുക്ക് പ്രകൃതിക്ക് എന്തൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുറേ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അതുപോലെ എഴുതാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾ തരാം. പേട് ലഗാന, കൂടുതൽ കൂടുതൽ മരങ്ങൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. പാനി ബച്ചാന, വാട്ടർ വേസ്റ്റ് ആക്കി കളയാതെ സേവ് ചെയ്യാം. സഫായി രഖ്ന, നമ്മുടെ ചുറ്റുപാടുമൊക്കെ ക്ലീൻ ആക്കി വെക്കാം, അതൊന്നും ചീത്തയാക്കാതെ വേസ്റ്റ് ഒന്നും വലിച്ചെറിയാതെ ക്ലീൻ ആക്കി വെക്കാം. പ്രദൂഷൺ കം കർണ, പൊല്യൂഷൻ ഇല്ലാതെ ചെയ്യാം, അതിനെ വൃത്തികേടാക്കാതെ വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, कविता की किन पंक्तियों से पता चलता है कि किरण बालिका के साथ दिन भर रहती है? കവിതയില് ഏത് ലൈൻ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുക ഫുൾ ഡേ കുട്ടിയുടെ കൂടെ കിരൺ ഉണ്ടാവാറുണ്ടെന്ന്? ഏത് ലൈൻ വെച്ചിട്ടാണ്? ഖേൽ തോ തേരെ സാത്ത് ശാം തക്, ഖേലി ബഹുത് സേ ഖേലി മേ, അല്ലെ? ഈ ഒരു ലൈനിൽ മനസ്സിലാവും വൈകുന്നേരം വരെ ഫുൾ ടൈം കുട്ടിയുടെ കൂടെ കളിക്കുകയായിരുന്നു. നെക്സ്റ്റ്, ആപ്കോ കൈസേ പതാ ചൽത്താ ഹൈ കി സുബഹ ഹോ ഗയി ഹൈ? നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുക രാവിലെ ആയി എന്ന്? ജബ് സൂരജ് നികൽ ജാത്താ ഹൈ തബ് സുബഹ ഹോ ജാതി ഹൈ. രാവിലെ സൂര്യൻ പുറത്തേക്ക് വരുമ്പോ, ജബ് സൂരജ് നികൽ ജാത്താ ഹൈ, സൂരജ് പുറത്തേക്ക് വരുമ്പോ, തബ് സുബഹ ഹോ ജാതി ഹൈ, അപ്പോഴാണ് രാവിലെ ആവുന്നത്, നേരം വെളുക്കുന്നത്. ऐसे कौन कौन से कार्य है जो सूर्य के प्रकाश के बिना संभव नहीं है? നമുക്ക് സൂര്യപ്രകാശം ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഇടുക. നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മുടെ
സാധാരണ ദിവസം രാവിലെ എണീച്ച് നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെയാണ്. ഈ കാലം മാറി. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും സൂര്യപ്രകാശം ഇല്ലാതെയും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ റെഗുലർലി സൂര്യപ്രകാശത്തിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ. രസോയി മേ കാര്യ കർണ. രസോയി എന്ന് പറഞ്ഞ കിച്ചൺ. രാവിലെ എണീച്ച് കിച്ചണിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈറ്റ് വേണം അല്ലേ? ഇപ്പൊ നമുക്ക് ലൈറ്റ് ഇട്ടിട്ടും രാത്രിയും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ റെഗുലർ ആയിട്ട് സൂര്യപ്രകാശത്തിനെ ആശ്രയിച്ച് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് എഴുതാം. രസോയി മേ കാര്യ കർണ, സഫായി കർണ. വീടിന്റെ ക്ലീനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ലൈറ്റ് വേണം. കപ്പടെ ധോന. വാഷിംഗ് മെഷീനിൽ ഇടുന്ന കാര്യമല്ല, പൊതുവെ നമ്മൾ അലക്കി ആറിയിടാനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സാധാരണ ലൈറ്റിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതാം. വിദ്യാലയ ജാന. സ്കൂളിൽ പോകണമെങ്കിൽ ലൈറ്റ് വേണം അല്ലേ? सुबह और शाम में से आपको कौन सा समय अधिक अच्छा लगता है और क्यों? ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് സുബഹ് ഓർ ഷാം, രാവിലെയാണോ അത് വൈകുന്നേരമാണോ, നിങ്ങൾക്ക് ഈ ഏത് ടൈമാണ് ഇഷ്ടം, അത് എന്തുകൊണ്ടാണ്? രണ്ട് പോർഷൻ ഉണ്ട്. അപ്പൊ ആദ്യം ഏതാണ് ഇഷ്ടം? അപ്പൊ നിങ്ങൾക്ക് ഒറ്റ ലൈനിൽ എഴുതാം സുബഹ് ഓർ ഷാം. അപ്പൊ സുബഹ് അത്രയും മതി. അല്ലെങ്കിൽ ഫുൾ ലൈനിൽ मुझे सुबह का समय अधिक अच्छा लगता है. फुल सेंटेंस. मुझे सुबह का समय अधिक अच्छा लगता है. പറഞ്ഞു ക്യോം എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ക്യോംകി ഉസ് സമയ വാതാവരൺ ശാന്ത് ഹോത്താ ഹെ. നമ്മുടെ എൻവയോൺമെന്റ്, ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. और नया दिन शुरू करने की ഊർജ മിൽത്തി ഹെ. രാവിലെ പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണല്ലേ, അതിന്റെ ഒരു എനർജി കിട്ടും. ഇത് ഇങ്ങനെ തന്നെ എഴുതണം എന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്നുള്ള ഒറ്റ ലൈൻ എഴുതിയാലും മതി. എന്തുകൊണ്ടാണ് രാവിലെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്, എഴുന്നേറ്റ് കളിക്കാൻ പോകാൻ ഇഷ്ടമാണ്, അങ്ങനെ എന്ത് റീസൺ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുള്ള കുറച്ച് വ്യാകരണം കൂടി പെട്ടെന്ന് നോക്കാം. വചൻ ബദലോ. ഫൂൽ. ഫൂൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആണ്, നമുക്ക് അതിനെ പ്ലൂറൽ ആക്കി മാറ്റണം. എങ്ങനെയാണ്? ഫൂൽ ഫൂലോ. ബച്ച ബച്ചേ. കഹാനി കഹാനിയാം. നദി നദിയാം. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ലാസ്റ്റ് വരുന്നതിന് ആം അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ശബ്ദാർത്ഥ, വേർഡ് മീനിങ്. പല പല വേർഡ്സിന്റെ മീനിങ് നമുക്ക് ഇതിൽ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇവിടെ രണ്ട് വേർഡ് നോക്കാം. ബിസ്തർ, കിരൺ. ബിസ്തറിന്റെ മീനിങ് എന്തായിരുന്നു? സോനേക്ക് ചർപ്പായി യാ ഘാട്ട്. അതായത് സോനേക്ക് ബെഡ്, ബെഡിനാണ് നമ്മൾ ബിസ്തർ എന്ന് പറയുന്നത്. കിരണോ? കിരൺ എന്ന് പറഞ്ഞാൽ സൂര്യക്ക് റോഷ്നി, സൂരജ് അല്ലെങ്കിൽ സൂര്യൻ എന്ന് തന്നെ പറയാം. സൂര്യപ്രകാശത്തിനാണ് നമ്മൾ കിരൺ എന്ന് പറയുന്നത്. സൂര്യക്ക് റോഷ്നി. പര്യായവാചി. പര്യായവാചി എന്ന് പറഞ്ഞാൽ ഇവിടെ ശബ്ദാർത്ഥത്തില് ഒരു വേർഡും ഒരു മീനിങ്ങും പറഞ്ഞതുപോലെ പര്യായവാചി എന്ന് പറഞ്ഞാൽ ഒരേ വേർഡിന് തന്നെ അതേ മീനിങ് വരുന്ന വേറെ പല വേർഡ്സും ഉണ്ട്. അത് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ സൂരജ്, സൂരജിന് സൂര്യ, രവി, ഭാനു, ദിവാകർ, ഇങ്ങനെ പല വേർഡ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഓർത്ത് എക്സാമിനൊക്കെ എഴുതാം. പേട്, പേട് എന്ന് പറഞ്ഞാൽ വൃക്ഷ, തരു. വൃക്ഷം എന്നും പറയും, തരു എന്നും പറയും. സംഖ്യാ ശബ്ദ പർ ഗോല ലഗാവോ. സംഖ്യാ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നെയ്മിംഗ് വേർഡ്സ് അല്ലേ? അപ്പൊ ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതില് സംഖ്യാ ശബ്ദ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. മോഹൻ കിതാബ് പഠിത്താ ഹേ. മോഹൻ കിതാബ് പഠിത്താ ഹേ. ഇതിൽ ഏതാണ് നെയ്മിംഗ് വേർഡ്? സംഖ്യാ ശബ്ദ മോഹൻ ആൻഡ് കിതാബ്. മോഹനും സംഖ്യാശബ്ദാണ്, കിതാബും സംഖ്യാശബ്ദാണ്. അടുത്തത് ബഗീച്ചേ മേ സുന്ദർ ഫൂൽ ഹേ. ബഗീച്ചേ മേ സുന്ദർ ഫൂൽ ഹേ. ബഗീച്ച ആൻഡ് ഫൂൽ, ഈ രണ്ടും ഇവിടുത്തെ സംഖ്യാശബ്ദാണ്. അടുത്തത് സർവനാം, പ്രോനൗൺസ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ പ്രോനൗൺസ് കണ്ടുപിടിക്കണം. ആദ്യത്തെ സെന്റൻസ് തും ക്യാ കർ രഹേ ഹോ. നീ എന്താണ് ചെയ്യുന്നത്? ഒരാളുടെ പേരല്ല യൂസ് ചെയ്തിരിക്കുന്നത്, തും ആണല്ലേ. അപ്പൊ ഇവിടെ പ്രോനൗൺ തും. നെക്സ്റ്റ് യ കിതാബ് കിസ്കി ഹേ. കിസ്കി ആണ് ഇവിടുത്തെ പ്രോനൗൺ.
മേനെ ഉസേ പെൻ ദി. ഞാൻ ആർക്കോ ഒരാൾക്ക് പെണ്ണ് കൊടുത്തു. ആരുടെ പേരാന്ന് പറയുന്നില്ല. ഉസേ. മേനെ ഉസേ പെൻ ദി. ഉസേ ആണ് ഇവിടുത്തെ പ്രോനൗൺ. ഇനി സാം അച്ചാ ലഡ്കാ ഹേ. അടുത്ത സെന്റൻസിൽ വ. ഇവിടെ സാമിനെ പറ്റിയാണ് പറയുന്നത്. വ ബഹുത് മെഹനത്തി ഹേ. അപ്പൊ ഇവിടുത്തെ പ്രോനൗൺ ആണ് വ. നെക്സ്റ്റ്, സഹി വിരാം ചിഹ്ൻ ലഗാവോ. ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ എൻഡിൽ കറക്റ്റ് ആയിട്ടുള്ള വിരാം ചിഹ്നം കൊടുക്കുക. വസോ രഹീദി. അവർ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ അയാള് ഉറങ്ങുകയാണ്. അപ്പൊ അതൊരു ഫുൾ സ്റ്റോപ്പ് ആണ്, പൂർണ്ണവിരാം. ക്യാ സുബ ഹോ ഗയി. ക്യാ. ക്യാ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആയതുകൊണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ആണ് കൊടുക്കേണ്ടത്. ഇനി കൽ തക് ലോട്ടാന. നാളെ തന്നെ തിരിച്ചു വരണം, നാളേക്ക് തിരിച്ചു വരണം. അതൊരു ഫുൾ സ്റ്റോപ്പ് ആണ്, പൂർണ്ണവിരാം. മേ ബഹുത് ഖേൽ ഖേലി. ഞാൻ കുറേ കളികൾ കളിച്ചു. അതൊരു ഫുൾ സ്റ്റോപ്പ് ആണ്, പൂർണ്ണവിരാം. അടുത്ത ചാപ്റ്റർ ന്യായ് കി കുർസി. ഈ ചാപ്റ്ററിലെയും കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തടുത്ത ചാപ്റ്ററുകളുടെ ഒക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോ അത് നമുക്ക് ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.